ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രധാന സ്വഭാവ സവിശേഷതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്കൊന്നുകൂടെ പറയാനുള്ളത്. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രധാന സ്വഭാവ സവിശേഷതകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ടോക്സിക് ആയിട്ടുള്ള പ്രധാന ആൾക്കാരുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത്, ഒരിക്കലും അവർ കുറ്റങ്ങൾ ഏറ്റു പറയില്ല. അതെപ്പോഴും മറ്റുള്ളവരിലോട്ട്, അതായത് മറ്റുള്ളവരെ കരുവാക്കിക്കൊണ്ട് നിങ്ങളുടെ തെറ്റുകളെ മറച്ചു വെക്കും എന്നുള്ളതാണ് ഇവരുടെ സ്വഭാവത്തിലെ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആരാണോ, നിങ്ങളുടെ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്ലി മാറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് വേറൊരു സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഫീലിങ്സിനെ വെച്ച് കളിക്കുക. നിങ്ങളുടെ വിഷമം, ദേഷ്യം എന്തോ ആയിക്കോട്ടെ, അതിനെ വെച്ച് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ അതുപോലെ നിങ്ങളുടെ എനർജി ഗ്രെയിൻ ചെയ്ത് കളയുന്ന ആൾക്കാർ, അതായത് ഇവരോട് നമ്മൾ എത്ര സംസാരിച്ചിട്ടും ഒരു കാര്യമില്ല. സംസാരിക്കാന്നല്ലാതെ അവർ അതിന് ഒരിക്കലും എന്താ പറയുക, നിന്ന് തരില്ല. എന്താണ് എന്നുള്ളതിന് സംസാരിക്കുന്ന കേൾക്കാനോ അതുപോലെ അത് ഒരിക്കലും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒരുപാട് അലറുന്ന രീതിയിൽ നിങ്ങളെ സംസാരിപ്പിക്കാൻ വേണ്ടി അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ പാസ്റ്റ് അവർക്ക് അറിയുന്നതായിരിക്കും. ചിലപ്പോൾ ആ പാസ്റ്റിനെ വെച്ച് അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കും. നിങ്ങളുടെ പല കാര്യങ്ങളും അറിയുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിനെ പറ്റിയിട്ടോ പറഞ്ഞുകൊണ്ട് നിങ്ങളെ താഴ്ത്തിക്കെട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. വാക്ക് തരും, പക്ഷെ പാലിക്കില്ല. എല്ലാത്തിനും അവർക്ക് ന്യായീകരണം ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ അവരുടെ കാര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അതിന് ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മുടെ നേട്ടങ്ങൾക്ക് അവരൊരു വിലയും തരില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങൾക്ക് അവരൊരു രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് തരില്ല എന്നുള്ളതാണ്. അവരുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ നമ്മളെ ഇമോഷണലി തളർത്തും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് സ്റ്റേ എവേ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് മനസ്സിലാക്കാത്തവരാണെങ്കിൽ മാക്സിമം ഒന്ന് സ്റ്റേ എവേ, അത്രേ ഉള്ളൂ പറയാൻ. കാരണം നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുവാണെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനൊരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കൂടെയൊക്കെ നിൽക്കുവാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ മുമ്പിലോട്ടുള്ള ലൈഫ് എപ്പോഴും എന്തായാലും ഫ്ലോപ്പായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റേ അവേ, അത്രേ പറയാനുള്ളൂ. ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് കളയാതിരിക്കുക. ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലൈഫ് നിങ്ങൾ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ മാറി നിന്നിട്ടില്ലെങ്കിൽ എന്തായാലും ലൈഫ് ലോങ് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിനെ പോലും നിങ്ങൾക്ക് വളരെ രീതിയിൽ സംശയിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളിലൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഞാനാണ് എല്ലാത്തിനും കുറ്റക്കാര് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ടോക്സിക് അല്ലാത്ത നല്ല രീതിയിലുള്ളൊരു ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.